മഹാനായ ആദരവായ ഹബീബായ ലോകത്തിന്റെ നേതാവായ നമ്മുടെ കരളിന്റെ കാതലായ ഹൃദയത്തിന്റെ തുടിപ്പായ നമ്മുടെ ജീവന്റെ ജീവനായ ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പറയുകയാ. ആരാണ് പറയുന്നതെന്നറിയോ? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. പ്രവാചകന്റെ സീനിയർ സഹാബിയാണ്. ഏത് സമയത്തും മഹാനായ നബി തങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന സഹാബിയാ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാ, ഇതാരാണ് ലോകത്തിന് സമ്മാനിച്ചതെന്നറിയോ? പ്രിയപ്പെട്ടവരെ, ലോകത്തുള്ള എല്ലാവരും അംഗീകരിക്കുന്ന മുജാഹിദും ജമാഅത്തും തബ്ലീഗും സുന്നികളും അംഗീകരിക്കുന്ന ആകാശത്തിന്റെ ചുവട്ടിലെ ഭൂമിയുടെ മുകളിലെ സർവ്വ വിശ്വാസികളും അംഗീകരിക്കുന്ന അല്ലാഹുവിന്റെ കലാം വിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രാമാണിക ഗ്രന്ഥമാകുന്ന അല്ലാഹുവിന്റെ ഹബീബിന്റെ എല്ലാ ഹദീസുകളെയും അവിടെ രേഖപ്പെടുത്തി വെച്ചുകൊണ്ട് ലോകത്തിന് വലിയ ഒരു സമ്മാനം നൽകിപ്പോയ സഹീഹുൽ ബുഖാരി എന്ന വിശുദ്ധമായ മുഹമ്മദ് ഇബ്നു ഇസ്മാഈൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ വിശുദ്ധമായ സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് ഈ ഹദീസ് കാണാം. ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹോദരങ്ങളെ പറയുകയാണ്, ഇന്നീല അസ്തഗ്ഫിറുല്ലാഹ്. എന്റെ റബ്ബിനോട് ഞാൻ ഇസ്തിഗ്ഫാർ ചൊല്ലാറുണ്ട്. എന്റെ പടച്ചനാഥനോട് ഞാൻ ഇസ്തിഗ്ഫാർ ചൊല്ലാറുണ്ട്. എത്രയാണെന്നറിയോ? ഇന്നീല അസ്തഗ്ഫിറുല്ലാഹ്, ഞാൻ എന്റെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യാറുണ്ട്. ഫിൽ യൗമി അക്സറ മിന 70 മറ. ഒരു ദിവസം കിഴക്കൻ ചക്രവാളത്തിൽ സൂര്യൻ ഉദിക്കുന്നത് മുതൽ കിഴക്കൻ ചക്രവാളത്തിൽ ഉദിച്ച സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ അവസാനിക്കുന്നതിനിടയിൽ 70 പ്രാവശ്യം ഞാൻ എന്റെ റബ്ബിന്റെ മുന്നിലേക്ക് കരങ്ങൾ നീട്ടിയിട്ട് അസ്തഗ്ഫിറുല്ലാഹ് ഇത് ഞാൻ പറയാറുണ്ടായിരുന്നു എന്ന് പഠിപ്പിച്ചതാരാ? ആദരവായ പ്രവാചകനാണ് നമുക്ക് മാതൃകയുള്ളത്. ഇതേ സംഭവം ഇമാം മുസ്ലിം തങ്ങളുടെ സഹീഹുൽ മുസ്ലിമിൽ കാണാ. അല്ലാഹുവിന്റെ റസൂൽ ദിവസവും 100 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലാറുണ്ടായിരുന്നത്രേ. എന്റെ ചെരുമ്പയിലെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാണ് ഹബീബായ നബി? ആരാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ? ഇന്നേ വരെ ഒരു വാക്ക് പോലും, അസത്യത്തിന്റെ ലാഞ്ചന പോലും അധരങ്ങളിൽ നിന്നും നടന്നു വീഴാത്ത കാരുണ്യത്തിന്റെ പ്രവാചകന്, കാരുണ്യത്തിന്റെ ട്രാൻസ്ഫോർമർ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഈ ലോകം പടയ്ക്കപ്പെടാൻ കാരണക്കാരായ പ്രവാചകനാണ്, അല്ലാഹുവിന്റെ റസൂലാണ്. ദിവസവും 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലിയത്. 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെല്ലുന്നതാരാ? ഒരു പാപം ജീവിതത്തിൽ വരാത്ത ആമിനയുടെ പൊന്നുമോൾ, അബ്ദുള്ളയുടെ തങ്കക്കുടമേ, മദീനയുടെ രാജാവേ, മക്കയുടെ ജേതാവേ, നമ്മുടെ ഖൽബിന്റെ രാജാവേ, നമ്മുടെ വികാരമേ, വിചാരമേ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദിവസവും 100 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലുമെങ്കിൽ കാസർഗോഡ് ജില്ലയിലെ ചെരുമ്പയിലെ പെങ്ങളെ, എത്ര പ്രാവശ്യമാണ് മോളെ നീ ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ടത്? സ്വർഗം പടയ്ക്കാൻ കാരണക്കാരായ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, നരകം പടയ്ക്കാൻ കാരണക്കാരായ മുഹമ്മദ് മുസ്തഫ, ഈ ലോകം മുഴുവനും സൃഷ്ടിക്കപ്പെടാൻ കാരണക്കാരനായ അല്ലാഹു അല്ലാത്ത സർവ്വതിന്റെയും സൃഷ്ടിപ്പിന് കാരണക്കാരായ, അല്ലാഹു അല്ലാത്ത സർവ്വതിന്റെയും സൃഷ്ടിപ്പിന് കാരണക്കാരായ, അല്ലാഹ് അല്ലാത്ത സർവ്വതിന്റേതുമെന്ന് പറയുമ്പോൾ ഹബീബായ നബി തങ്ങളാണ് അർശ് പടയ്ക്കാൻ, കുർസ് പടയ്ക്കാൻ, ലൗഹ് പടയ്ക്കാൻ, ഖലം പടയ്ക്കാൻ, സ്വർഗ്ഗനരകങ്ങൾ പടയ്ക്കാൻ, മാമലകളും സാഗരങ്ങളും പർവ്വതങ്ങളും ഈ ആകാശവും ഭൂമിയും പടയ്ക്കാൻ കാരണബോധര് അവിടുത്തെ മാത്രമാണല്ലോ, റസൂലുള്ള മാത്രമാണല്ലോ. ആ ഹബീബായ നബി തങ്ങളുടെ നോട്ടത്തിലും വാക്കുകളിലും പ്രവൃത്തിയിലും ചിന്തയിലും തെറ്റുവരുമോ? ഇല്ല. പിന്നെ എന്തിനാണ് സഹോദരാ ദിവസവും 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അലീം പറഞ്ഞത്? അത് പാപത്തിന്റെ കറകൾ കഴുകി കളയാൻ മാത്രമുള്ള ഒന്നായിരുന്നില്ല. അത് പ്രിയമുള്ളവരെ ഒരു ഇബാദത്താണ്. അത് വലിയ
ഒരു ആരാധനയുടെ ഭാഗമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ 100 ഇസ്തിഗ്ഫാർ ചൊല്ല. ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന കാസർഗോഡിന്റെ ചെരുമ്പ മണ്ണിൽ ഇരുന്നു കൊണ്ട് തീരുമാനമെടുക്കുമോ? ഇന്നത്തെ രാത്രി മുതൽ ഒരു തീരുമാനമെടുത്തോ? ഇല്ല, ഞാൻ എന്റെ ജീവിതത്തിൽ 100 ഇസ്തിഗ്ഫാർ ചൊല്ലാത്ത സൂര്യാസ്തമയം വരില്ല. സൂര്യൻ കിഴക്കൻ ചക്രവാളത്തിൽ അതിന്റെ അരുണകിരണങ്ങൾ പ്രകടമായി കഴിഞ്ഞാൽ പടിഞ്ഞാറ് അസ്തമിക്കുന്നതിനിടയിൽ ഞാൻ അച്ചടക്കത്തോടെ സർവ്വ ചിന്തകളും എന്റെ റബ്ബിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട്, എന്റെ മനസ്സ് അല്ലാഹുവിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട്, എന്റെ വാരിയല്ല് കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ ഉള്ളറകളിൽ എന്റെ പടച്ചവനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് 100 പ്രാവശ്യം ഞാൻ ഇസ്തിഗ്ഫാർ ചൊല്ലുമെന്ന് ഇന്നത്തെ ഈ ദിവസത്തിൽ പ്രതിജ്ഞയെടുക്കുമോ? അല്ലാഹു നമുക്കതിനുള്ള തൗഫീഖ് തരട്ടെ. ഇതുപോലത്തെ മനോഹരമായ പള്ളിയുടെ മുകളിലത്തെ നിലയിൽ ഇരുന്ന് ഹസൻ ബസരി തങ്ങൾ കരയുകയാ. എന്തിനാ ഹസൻ ബസരി കരഞ്ഞതെന്നറിയോ? കള്ളുകുടിയനായ ഹസൻ ബസരിയല്ല, പെണ്ണുപിടിയനായ ഹസൻ ബസരിയല്ല, പലിശ ഭോജിയായ ഹസൻ ബസരിയല്ല, പരദൂഷണം പറയുന്ന ഹസൻ ബസരിയല്ല. ജീവിതത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ വിശുദ്ധിയോടെ അംഗീകരിച്ച സാത്വികമായ ജീവിതം നയിച്ച ഹസൻ ബസരി റളിയല്ലാഹു അൻഹു ഇരുനില പള്ളിയുടെ മുകളിലത്തെ നിലയിൽ ഇരുന്ന് പൊട്ടി പൊട്ടി കരയുകയാണ്. അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് കരഞ്ഞ് കവിൾത്തടത്തിലൂടെ കണ്ണുനീർ ചാലിട്ടൊഴുകുകയാ. അതിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് താഴ്ഭാഗത്തുകൂടി നടന്നു പോയ ഒരു വിശ്വാസിയുടെ തുണിയിലാവുകയാ. അയാളുടെ മുണ്ടിൽ നമസ്കരിക്കുന്ന തുണിയിലായപ്പോൾ ഉടൻ തന്നെ ആ മനുഷ്യൻ മുകളിലേക്ക് നോക്കിയിട്ട് ചോദിച്ചു, ഏ സഹോദരാ, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വീണ ഈ ഒരു തുള്ളി നജസാണോ? ഇത് ശുദ്ധിയുള്ള വെള്ളം വല്ലതുമാണോ? എനിക്ക് നിസ്കരിക്കാനുള്ളതാണ്, അതുകൊണ്ട് പറയണേ, ഇത് ശുദ്ധിയുള്ള വെള്ളമാണോ? നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു തുള്ളി താഴേക്ക് വീണല്ലോ. ആ സമയത്ത് ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്തെന്നറിയോ? ഏ സഹോദരാ, ഓടിപ്പോയി തുണി മാറ്റിയിട്ട് നിസ്കരിക്കൂ സഹോദരാ, ഓടിപ്പോയി ആ ഭാഗം കഴുകിയിട്ട് നിസ്കരിക്കൂ സഹോദരാ. അത് പാപം ചെയ്ത ഒരു മനുഷ്യന്റെ പാപത്തിന്റെ കറകൾ കണ്ണിൽ നിന്ന് പുറത്തേക്കൊഴുകിയ വെള്ളമാണ്. അത് പാപത്തിന്റെ കറകളെ കഴുകിക്കളഞ്ഞ വെള്ളമാണ്. അത് നജസാണ്. അതുകൊണ്ട് നിങ്ങൾ പോയി പെട്ടെന്ന് കഴുകിയിട്ട് തുണി ഉടുത്തിട്ട് മാറ്റിയിട്ട് നിസ്കരിക്കൂ എന്ന് പറഞ്ഞെങ്കിൽ സഹോദരങ്ങളെ, അവരെല്ലാം അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങിയത്, അവർ അല്ലാഹുവിലേക്ക് കൂടുതൽ ഖേദിച്ചു മടങ്ങിയത്, അവർ ഇസ്തിഗ്ഫാർ ചെയ്തിട്ട് അല്ലാഹുവിലേക്ക് കൂടുതൽ അങ്ങ് ലയിച്ചു ചേർന്നത് അവര് പാപികളായതുകൊണ്ടല്ല. ഞാൻ ചോദിക്കട്ടെ, കാണുന്നത് ഹറാമാ, കേൾക്കുന്നത് ഹറാമാ, ചിന്തിക്കുന്നത് ഹറാമാ, ചെയ്യുന്നത് ഹറാമാ, നടക്കുന്നത് ഹറാമിലേക്കാ, കഴിക്കുന്നത് ഹറാമാണ്. ഇങ്ങനെ ഹറാമില് നമ്മളിങ്ങനെ ഹറാമില് നമ്മളിങ്ങനെ കൂടിക്കൊഴയുമ്പോൾ ആ ഹറാമായ ജീവിതം നയിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായി അല്ലാഹുവിനോട് അസ്തഗ്ഫിറുല്ലാഹല്ലദീ എന്ന് പറയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇവിടെ വെച്ച് തീരുമാനമെടുത്തു പോകൂ. ഇസ്തിഗ്ഫാറാണ് ഇന്നത്തെ വിഷയം. അത് ചെറുതാണെന്ന് നിങ്ങൾ കരുതരുത്, അത് വലിയ വിഷയമാണ്. അല്ലാഹു ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. സഹോദരങ്ങളെ, ഇസ്തിഗ്ഫാർ ഒരിക്കലും പാപത്തിന്റെ കറകൾ കഴുകിക്കളയാൻ വേണ്ടി മാത്രമുള്ളതാണെന്ന് കരുതരുത്. മറിച്ച് അതൊരു ഇബാദത്താണ്. അതൊരു ഇബാദത്താണ്. ആ ഇബാദത്ത് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് എപ്പോഴാണ്? ഇസ്തിഗ്ഫാർ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് എപ്പോഴാണ്? ചെരുമ്പക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അനിവാര്യ ഘട്ടമാണ്, നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് ഇപ്പോ ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ടത്. എന്തുകൊണ്ടെന്നറിയോ? എന്തുകൊണ്ടായിരിക്കും? നല്ല പള്ളി, മനോഹരമായ പള്ളി. സങ്കടം വരുമ്പോഴല്ല ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ടത്. നമ്മൾ കരുതുന്നത് എന്താ? എപ്പോഴും വിഷമം ഉണ്ടാകുമ്പോ നമുക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലണം. അല്ല, എപ്പോഴാണ് നമ്മൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കേണ്ടത്? അത് വിശുദ്ധ ഖുർആനിലൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം. കൂടുതലൊന്നും പറയണ്ട. വിശുദ്ധ ഖുർആനിന്റെ ഒരു ചെറിയ അധ്യായത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിച്ചത് എപ്പോഴാണ് ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ടത്. പള്ളി മനോഹരമാണ്, അൽഹംദുലില്ലാ. ഞാൻ പറഞ്ഞല്ലോ, വളരെ മനോഹരമാണെന്ന് പറഞ്ഞാൽ പോരാ, അതിലേറെ മനോഹരമെന്ന വാക്ക് ഈ നമ്മുടെ പള്ളിയെ സംബന്ധിച്ചിടത്തോളം അത് അന്യം നിൽക്കും. ആ വാക്ക് നല്ല മനോഹരമായ പള്ളി, അൽഹംദുലില്ലാ. അപ്പൊ നിങ്ങൾ ചിന്തിക്കും വേറെ പള്ളികളൊന്നും കാണാത്തത് കൊണ്ടാണ്. അല്ല, വിശാലമായൊരു പള്ളി,
സാധാരണ ഒരു വഴല് പള്ളിയിൽ ഇങ്ങനെയൊക്കെ ഒരു മതപ്രസംഗം വെച്ചാൽ ഈ പള്ളി ഉദ്ഘാടന സമയത്തുള്ള വഴലൊക്കെ ശേഷം വരുന്ന ഉസ്താദന്മാർക്ക് ഡ്യൂട്ടി കൊടുക്കും. ഉസ്താദെ 10 ലക്ഷം നിങ്ങൾ വിരിച്ചു തരണം. പിരിവിന്റെ കാലന്മാരാണ് ഇന്നലകളിലൊക്കെ പ്രസംഗിച്ചു പോയത്. ഇ പി എന്ന് പറഞ്ഞാൽ എങ്ങനെയും പിരിക്കും എന്നാണ് അതിന്റെ അർത്ഥം. ഇ പി എന്ന് പറഞ്ഞാൽ എങ്ങനെയും പിരിക്കും, അതാണ് ഇ പിയുടെ ഫുൾ ഫോം. അപ്പൊ അത്രത്തോളം നല്ല പിരിവിന്റെ ആശാന്മാരാ കഴിഞ്ഞു പോയത്. അപ്പോഴൊന്നും 1 രൂപ കളക്ഷൻ എടുക്കാത്തത് കടം ഇല്ലാത്തത് കൊണ്ടാവൂല അല്ലേ? പക്ഷെ അൽഹംദുലില്ലാഹ് വളരെ മനോഹരമായ നമ്മുടെ ഈ പള്ളി വളരെ വളരെ മനോഹരം. പക്ഷെ ഒന്ന് ഞാൻ പറയാം, പള്ളി വലുതായാലും മാത്രം പോരാ, പള്ളിയിൽ നിസ്കരിക്കാൻ ആളും ഉണ്ടാവണം. പള്ളിയിൽ നിസ്കരിക്കാനും കൂടി ആളുണ്ടാകണം. ചെറുപ്പക്കാരൊക്കെ ഇന്നിപ്പോ ഈ നിരീശ്വരവാദ പ്രസ്ഥാനത്തിലേക്ക് പോയിട്ട്, നാസ്തികവാദത്തിലേക്ക് പോയിട്ട് പള്ളി വേണ്ട, നിസ്കാരം വേണ്ട, ജുമാ ജമാഅത്ത് വേണ്ട, അവർക്ക് അതിനൊക്കെ പ്രേരണ നൽകിയത് ഒരു കോവിഡാണ്. പള്ളി വലുതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചില പള്ളികളൊക്കെ മനോഹരമായിരിക്കും അല്ലേ? ചില പള്ളികളൊക്കെ നല്ല മനോഹരമായിരിക്കും. ചില പള്ളികൾ കാഴ്ചയ്ക്ക് കൗതുകമുള്ളതാ, ജുമഅക്ക് പോലും പ്രാവു നിസ്കരിക്കേണ്ടതാ. എത്ര അർത്ഥവത്താണ്! പള്ളി മനോഹരമായിരിക്കും, ജുമാ നിസ്കരിക്കുന്നവർക്ക് പ്രാവ് വരണം. പ്രാവ് വെറും പ്രൗഢിയിൽ മാത്രം ഫലം എന്തുണ്ട്? പാലില്ല പശുവിന് കാഴ്ചയിൽ രസമുണ്ട്. നല്ല രസമുള്ള പശു, ആ പശുവിന് പാലില്ലെങ്കിൽ പിന്നെ വല്ല ഗുണമുണ്ടോ? ഒരു ഗുണവും ഇല്ല. എന്നതുപോലെ പ്രൗഢി ഉണ്ടായിട്ട് കാര്യമില്ല, നിസ്കരിക്കാൻ ആളുണ്ടാകണം. അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കാസർഗോഡ്, ഞാനിപ്പോ വയനാട് ജില്ലയിൽ ഒരു സ്ഥലത്ത് പ്രസംഗത്തിന് പോയി. പാവങ്ങൾ, തോട്ടം തൊഴിലാളികൾ താമസിക്കുന്നൊരു നാട്. ആ നാട്ടിൽ ഞാൻ പോകുമ്പോൾ അവർ ഇനി എത്ര ഒരു 2 നൂറ്റാണ്ട് അവർ കഷ്ടപ്പെട്ടാലും കഴിയാത്തൊരു പള്ളി, മനോഹരമായൊരു പള്ളി. ഞാൻ ചോദിച്ചു, ഈ പള്ളി എവിടെന്നാ ഇത്രയും പൈസക്ക് നല്ല മനോഹരമായ പള്ളി? കാസർഗോഡ് ജില്ലക്കാരനായ ഒരു ഹാജി മുഴുവൻ പൈസയും കൊടുത്തു വെച്ചു കൊടുത്ത പള്ളിയാണ്. പിന്നെ നെല്ലിക്കട്ട തായൂരി സാഹിബിന് ആളിനെ അറിയാം. ഒരു കാസർഗോഡുകാരനായ ഒരു ഹാജി അത്രയും കാശ് കൊടുത്തിട്ട് വയനാട് ജില്ലയിലെ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പ്രദേശത്ത് 1,15,00,000 രൂപ ഇവിടെ പള്ളി വെച്ചു കൊടുത്തു. അവര് 2 നൂറ്റാണ്ട് കഷ്ടപ്പെട്ടാലും അങ്ങനെ ഒരു പള്ളി വെക്കാൻ പറ്റൂല. അത്രയും നല്ല മനസ്സുള്ളവരാണ് കാസർഗോഡുകാര്. അള്ളാഹു അത് നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ചെരുമ്പക്കാർക്ക് ഇപ്പൊ ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ട ഘട്ടമാണ്. എന്തുകൊണ്ടാണ്? കേട്ടോളി. ഏറ്റവും കൂടുതൽ ഞാൻ ഈ പറയുന്നതിൽ അർത്ഥമുണ്ട്. നിങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ട ഘട്ടമാണിപ്പോൾ. എന്തുകൊണ്ട്? ഈ പള്ളിയുടെ നിർമ്മാണം നടക്കുമ്പോൾ ഈ പള്ളി വലിയ പള്ളി വെച്ചതിന്റെ പേരിൽ പാപം ചെയ്തു പോയി എന്നതിന്റെ പേരിലല്ല ഞാൻ പറയുന്നത്. മറിച്ച് ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല അറിയിച്ചൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? നബിയേ, ഇദാ ജാഅ നസ്റുല്ലാഹി, അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ, സൂറത്തുൻ നസ്ർ എല്ലാവർക്കും അറിയുന്ന അധ്യായമാണ്. അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇതെപ്പോഴാണ് പറയുന്നത്? പരിശുദ്ധമായ കരിമ്പടം പൊറിച്ച കറുത്ത സുന്ദരിയായ കഅബാലയത്തിന്റെ കരിങ്കൽ ഭിത്തിയോട് ചേർന്നിട്ട് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ വിശ്രമിക്കുന്ന അവസ്ഥയിൽ മഹാന്മാരായ ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള സ്വഹാബാക്കൾ ശരീരമാസകലം ശിക്ഷിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്ത ആ അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, നബിയേ, അലാ തസ്തൻസിറു ലനാ അലാ തദുല്ലാഹ ലനാ, ഇസ്ലാമിൽ കടന്നു വന്നു എന്നതിന്റെ പേരിൽ കഠിനമായ പീഡനം ഞങ്ങൾ അനുഭവിക്കുകയാണ്. ശരീരമാസകലം തീ വയ്ക്കപ്പെട്ടവരാണ് ഞങ്ങൾ, കഠിനമായ പീഡനമേൽക്കേണ്ടി വന്നവരാണ് ഞങ്ങൾ. മുസ്ലിമായി പോയി എന്ന ഒറ്റ കാരണത്തിന്റെ പേരിൽ ഏകനായ അള്ളാഹു മാത്രമാണ്, സർവ്വലോക സംവിധായകനായ പടച്ചവൻ മാത്രമാണ്. മനുഷ്യബുദ്ധിയെ പരസ്യമായിട്ട് അവഹേളിക്കുന്ന ശിലാവിഗ്രഹങ്ങളുടെ മുമ്പിൽ കൈകൂപ്പിയില്ല എന്ന് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിച്ചതിന്റെ പേരിൽ അങ്ങ് ലോകത്തിന്റെ നേതാവാണ്, അള്ളാഹുവിന്റെ തിരുദൂതരാണ്
എന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചു എന്ന ഒറ്റ കാരണത്തിന്റെ പേരില് കുടുംബത്തിൽ നിന്ന് ഞങ്ങൾ അനുഭവിക്കേണ്ടി വന്ന കഠിനമായ, ശക്തമായ, അസഹ്യമായ, വിവരണാതീതമായ പീഡനങ്ങൾ ഞങ്ങളുടെ മുതുകത്തും ശരീരത്തിന്റെ ഭാഗങ്ങളിലും പീസാക്കപ്പെട്ട ശരീരത്തിന്റെ മുറിവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ മുന്നിലേക്ക് വന്നിട്ട് ദുആരക്കൂലേ നബിയെ, ഇനി ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, സ്വഹാബത്തെ, നിങ്ങൾ സങ്കടപ്പെടരുത്, അള്ളാഹുവിന്റെ സഹായം വരും. ആ സഹായം നിങ്ങൾക്ക് എത്തുന്നത് വരെ നിങ്ങൾ സഹിക്കണം, നിങ്ങൾ ധൃതി വെക്കരുത് എന്ന് പറഞ്ഞ ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നു, നബിയേ, ഇദാ ജാഅ നസ്റുല്ലാഹ്, അള്ളാന്റെ സഹായം നിങ്ങൾക്ക് വന്നാൽ. അപ്പോ കാലാവസ്ഥ ചേഞ്ചായി. മനസ്സിലാവുന്നില്ലേ? കാലാവസ്ഥ ചേഞ്ചായി. ആദ്യം സഹായിക്കാൻ നിങ്ങൾ ദ്വാരക്കുന്നില്ലേ എന്ന് ചോദിച്ച ആ പ്രിയപ്പെട്ട സഖാക്കളോട്, സദീർഥ്യരോട്, സഹാബത്തിനോട് സഹായം അല്ലാഹുവിൻ്റെതുണ്ട്, നിങ്ങൾ സഹിക്കൂ മക്കളെ എന്ന് പറഞ്ഞ കാരുണ്യത്തിന്റെ പ്രവാചകനോടല്ല പറയുകയാണ്, ഇതാ പടച്ചവന്റെ സഹായം വന്നു നബിയേ. പിന്നെ അള്ളാഹു പറഞ്ഞത് എന്താണ്? വൽ ഫതഹ്, മക്കാ വിജയം നിങ്ങൾക്ക് വന്നാൽ, മക്കാ വിജയം നിങ്ങൾക്ക് വന്നാൽ. പിറന്ന നാട്ടിൽ നിന്നാണ് ആട്ടി ഓടിക്കപ്പെട്ടത് അല്ലാഹുവിന്റെ ഹബീബ്, പിറന്ന നാട്ടിൽ നിന്നാണ് റസൂലുള്ളാഹി തങ്ങളെ ആട്ടി ഓടിച്ചത്. അവസാനം അന്ന് കഅബാലയത്തിന്റെ താക്കോല് സൂക്ഷിക്കുന്ന ഉസ്മാൻ ശൈബി എന്ന് പറയുന്ന വ്യക്തിയുടെ മുന്നിൽ വന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, ഉസ്മാൻ ശൈബി, 2 റക്അത്ത് ഞാൻ കഅബാലയത്തിന്റെ അകത്ത് കയറി നിസ്കരിച്ചിട്ട് പൊക്കോളാ, ഇനി ഇങ്ങോട്ട് ഞങ്ങൾ വരില്ല, ആട്ടി ഓടിക്കപ്പെട്ട മണ്ണിലേക്ക് ഞങ്ങൾ വരില്ല, നിങ്ങൾക്ക് ഞങ്ങൾ വലിയ ശല്യമാണെങ്കിൽ ഞങ്ങൾ പൊക്കോളാ, അതുകൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കാൻ അനുവാദം തരണമെന്ന് ആരാണ് പറയുന്നത്? കഅബാലയം സൃഷ്ടിക്കപ്പെടാൻ കാരണക്കാരനായ ലോകത്തിന്റെ നായകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉസ്മാൻ ശൈബി എന്ന താക്കോൽ സൂക്ഷിപ്പുകാരനായ അവിടുത്തെ മക്ക കുഫാറുകളിൽപ്പെട്ട നേതാവിനോട് പറയുമ്പോൾ അയാൾ പറഞ്ഞത് എന്തെന്നറിയോ? മുഹമ്മദ്, പൊക്കോ, പെട്ടെന്ന് ആട്ടി ഓടിച്ച നിന്നെ ഈ മണ്ണിൽ കണ്ടുപോകരുത്, പൊക്കോ. ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉസ്മാൻ ശൈബിയോട്, ഇനി ഒരു കാലം വരും ശൈബി, അന്ന് താക്കോൽ എന്റെ കയ്യിൽ വരുന്ന കാലം അതിവിദൂരമല്ല. ആ സമയത്ത് ഞാൻ എങ്ങനെയാണ് നിന്നോട് ഇടപെടേണ്ടത്? ആ സമയത്ത് ഉസ്മാൻ ശൈബി പുച്ഛത്തോടെ പല്ലിളിച്ചുകൊണ്ട് നെറ്റി ചുളിച്ചുകൊണ്ട് മുഹമ്മദ് മുസ്തഫ തങ്ങളോട് പറഞ്ഞു, പൊക്കോ മുഹമ്മദേ ഇവിടെ നിന്നെന്ന് പറഞ്ഞു. അവസാനം റസൂലുള്ള പൊട്ടിക്കരഞ്ഞുകൊണ്ട് കഅബാലയം കണ്ണിൽ നിന്ന് മറയുന്നത് വരെ തിരിഞ്ഞു നോക്കി റസൂലുള്ള പോയില്ലേ. കഅബാലയത്തിന്റെ തണലിലല്ലേ റസൂലുള്ള എപ്പോഴും അഭയം പ്രാപിക്കുന്നത്. ജന്മനാ പിതാവില്ലാത്ത പ്രിയപ്പെട്ട റസൂല് 6 വയസ്സ് കഴിഞ്ഞപ്പോൾ ലോകത്തോട് വിട പറഞ്ഞ ഉമ്മയുടെ വേർപാട് എല്ലാവരും കുറ്റപ്പെടുത്തുന്ന ഹബീബായ നബി തങ്ങളുടെ ജീവിതമുണ്ടല്ലോ, ആശ്വാസത്തിന്റെയും സമാധാനത്തിന്റെയും ഏറ്റവും വലിയ മാർഗമായി അള്ളാഹു സമ്മാനിച്ചത്, ഒരു മടിത്തെട്ടായി സമ്മാനിച്ചത് കഅബയുടെ തിരുമുറ്റമായിരുന്നല്ലോ. ആ കഅബാലയത്തിന്റെ തിരുമുറ്റത്ത് നിന്ന് റസൂലുള്ളാഹിനെ ആട്ടി ഓടിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെരുമ്പയിലെ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ തിരിഞ്ഞു നോക്കി കഅബാലയ കണ്ണിൽ നിന്ന് മറയുന്നത് വരെ തിരിഞ്ഞു നോക്കിയിട്ട് മദീനയിലേക്ക് പോവുകയാ. ആ പ്രവാചകനോട് അല്ലാഹു പറയുന്നു, നബിയേ, വൽ ഫത്ഹു, മക്കാ വിജയം നിങ്ങൾക്ക് വന്നപ്പോൾ, മക്കാ വിജയം എന്ന് പറഞ്ഞാൽ മദീനത്തിൽ നിന്ന് സഹാബാക്കളോടൊത്ത് അല്ലാഹുവിന്റെ റസൂൽ മക്കയിലേക്ക് വരികയാ. അതുവരെയും റസൂലുള്ളാഹിനെ ഉപദ്രവിച്ചവർ ഓടി ഒളിക്കുകയാ, പലരും മാളത്തിലളിക്കുകയാ. ആ സമയത്ത് റസൂലുള്ള വന്ന് ഉത്തരവിട്ടാൽ മക്കയിലെ കുഫാറുകളെ മുഴുവനും നശിപ്പിച്ച് കളയാൻ പറ്റുന്ന വില്ലാളി വീരന്മാരായ വിജിഗീഷുകളായ ഉമറും അലിയും റളിയല്ലാഹു അൻഹും പോലുള്ള സഹാബാക്കൾ നിൽക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു രക്തരഹിത വിപ്ലവത്തിലൂടെ ആയുധരഹിത വിപ്ലവത്തിലൂടെ കഅബാലയത്തെ തിരിച്ചു പിടിക്കുമ്പോൾ, മക്കാ ഫതഹ് വരുമ്പോൾ അതിലേറെ സന്തോഷം വേറെ എന്തു വരാനാണ്? അല്ലാഹു പറയുന്നു, നബിയേ, മക്കാ വിജയം നിങ്ങൾക്ക് വന്നാൽ. അവിടെയും നേരെ കാലാവസ്ഥ മാറി. ആദ്യം ആ കഅബാലയത്തിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെട്ട പ്രവാചകൻ ദുഃഖമല്ലേ? അള്ളാഹു സന്തോഷം തിരിച്ചു കൊടുത്തു. എപ്പോഴാ? നബിയെ, മക്കാ വിജയം നിങ്ങൾക്ക് വന്നപ്പോൾ. പിന്നെന്താ പറഞ്ഞത്? വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ.
നബിയെ സംഘം സംഘമായി ആളുകൾ ഇസ്ലാമിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ അവസ്ഥ എന്തായിരുന്നു? പരിശുദ്ധമായ അബൂ ഖുബൈസ് പർവ്വതത്തിന്റെ മുകളിൽ കയറിയിട്ട് സ്വന്തം ബന്ധുക്കളെ വിളിച്ചിട്ട് ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോ നിനക്ക് നാശമാണ് മുഹമ്മദേ എന്ന് വിളിച്ചു പറഞ്ഞ ആളുകളുണ്ടല്ലോ. സഹോദരങ്ങളെ, റസൂലുള്ള ദഅവത്തിന് പോകുമ്പോൾ കാതുകളിലേക്ക് വിരലുകൾ തിരികെ കയറ്റിക്കിട്ട് ഞങ്ങൾക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞ് ഓടി വിളിച്ച സത്യനിഷേധികൾ. ആ സമയത്ത് റസൂലുള്ളാഹിന്റെ മനസ്സിന്റെ ദുഃഖം എത്ര വലുതായിരുന്നു. ത്വായിഫില് പോകുമ്പോ അവരംഗീകരിക്കുന്നില്ല. എവിടെ പോയാലും പാര വെക്കാൻ ആളുകളെ ഉള്ളൂ. ആ സമയത്ത് റസൂലുള്ളാഹിന്റെ മനസ്സിന്റെ വേദന എത്ര വലുതാണ് ചിന്തിച്ചു നോക്കണേ. അതേ പ്രവാചകരോട് അല്ലാഹ് പറയുകയാണ്, വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ. സംഘമായി ആളുകൾ ഇസ്ലാമിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ നബിയെ നിങ്ങൾ സന്തോഷിക്കുമല്ലോ. ആദ്യം പറഞ്ഞത് അള്ളാഹുവിന്റെ സഹായം വരുന്ന കാര്യമാ. രണ്ടാമത് അള്ളാഹു പറഞ്ഞ മക്കാ വിജയമാണ്. മൂന്നാമത് അള്ളാന്റെ ഖുർആൻ പറഞ്ഞത് പരിശുദ്ധമായ ദീനിലേക്ക് ജനങ്ങളുടെ പ്രയാണമാണ്, ജനങ്ങളുടെ പ്രളയമാണ്, ജനങ്ങളുടെ ഒഴുക്കാണ്. ആ രീതിയിലും നിങ്ങൾ സന്തോഷിക്കുന്ന ഘട്ടം വരുമ്പോൾ അള്ളാഹു തിരുനബിയോട് പറയുകയാണ്, ഓ പ്രവാചകരെ, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു. നിങ്ങൾ അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലി മടങ്ങണേ നബിയേ. അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലി നിങ്ങൾ മടങ്ങണേ റസൂലേ. ആരോടാ പറഞ്ഞത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സന്തോഷം ആധിക്യത്തില്, സന്തോഷത്തിന്റെ പാരമ്യതയില്, സന്തോഷത്തിന്റെ പെരുമഴ പെയ്യുന്നപ്പോ, സന്തോഷത്തിന്റെ കർക്കിടകം പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദരവായ പ്രവാചകനോട് അല്ലാഹ് പറയുകയാ, അങ്ങ് ചെയ്യേണ്ടത് ഫസ്തഗ്ഫിറുഹു, റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലുക, അല്ലാഹുവിലേക്ക് നിങ്ങൾ പശ്ചാത്തപിച്ചു മടങ്ങുക. ഇതെന്താ സൂചന എന്നറിയോ? കാസർഗോഡ് ജില്ലക്കാരാ, സന്തോഷം വരുമ്പോഴാണ് മനസ്സ് മാറിപ്പോകുന്നത്. സന്തോഷം വരുമ്പോഴാണ് നമ്മളല്ലാതായി മാറുന്നത്. സന്തോഷം വരുമ്പോഴാണ് ഒരുപക്ഷേ മതിൽക്കെട്ടുകളെ പൊളിച്ച് നമ്മൾ പുറത്തേക്ക് പോകുന്നത്. സന്തോഷം വരുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ചിന്തകൾക്ക് മാറ്റം വരുന്നത്. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്തെന്നറിയോ? അല്ലാഹുവിലേക്ക് അങ്ങ് ലയിച്ചു ചേരലാ, പടച്ചവരിലേക്ക് അങ്ങ് ചേരലാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഓരോ നഫ്സിനോടും ഓരോ ശരീരത്തോടും എനിക്ക് പറയാനുള്ളത്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് സഹോദരങ്ങളോട് പങ്കുവെക്കാനുള്ളത്, ചെരുമ്പ പള്ളി എന്ന മനോഹരമായ പള്ളിയുടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുമ്പോൾ, അനുഗ്രഹീതമായ ഈ മദ്രസയുടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുമ്പോ അള്ളാഹു നിങ്ങൾക്ക് തന്ന മഹത്വമാണ്, സന്തോഷത്തിന്റെ നാളുകളാ. എത്ര നാളിരുന്നാലാ ഇങ്ങനെ ഒരു പള്ളി വെക്കുക? അള്ളാഹുവേ, ഈ പള്ളിക്ക് വേണ്ടി ഒരു ഇഷ്ടികയുടെ കാശ് കൊടുത്തവര്, ഒരു തുള്ളി വിയർപ്പൊഴുക്കിയവര്, ഒരിക്കലെങ്കിലും അള്ളാഹുവേ നിന്റെ പള്ളിയുടെ ഉദ്ഘാടനം നടന്ന് കാണണമെന്ന് കൊതിച്ചവര്, ദുആ ചെയ്തവര്, ഇതിനു വേണ്ടി ഓടി നടന്ന ഇതിന്റെ പ്രവർത്തകര്, സർവശക്തനായ അല്ലാഹ് അവർക്ക് അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാ. സ്വർഗ്ഗത്തിൽ ഒറ്റമുറ്റിനാലുള്ള വെള്ള കൊട്ടാരം നൽകണേ അല്ലാ. ഇത്രയും വലിയൊരു ഭാഗ്യം അല്ലാഹു നിങ്ങൾക്ക് തരുമ്പോ സുജൂദ് ചെയ്യാൻ ഒരു പള്ളിയില്ലാതെ വിഷമിക്കുന്ന ഉത്തരേന്ത്യയിലെ എത്രയോ ഗ്രാമങ്ങളുണ്ടെന്നറിയോ? ഒന്ന് സുജൂദ് ചെയ്യാൻ കഴിയാത്തതിന്റെ പേരില്, പള്ളിയില്ലാത്തതിന്റെ പേരില്, അതുപോലെ മൺതറയില് സുജൂദ് ചെയ്യുന്ന എത്രയോ നാട്ടുകാരുണ്ടെന്നറിയോ? പള്ളി എന്ന സ്വപ്നം കാണാൻ കഴിയാത്തവര്, ആളുകൾ തിങ്ങിപ്പാർക്കുന്ന മുസ്ലിം പ്രദേശങ്ങളില് ദാരിദ്ര്യത്തിന്റെ കയ്പ് നീര് അനുഭവിക്കുന്ന ഒരു ഗ്രാമമാകുമ്പോൾ അവിടെ ആരാണ് പള്ളി വെച്ചു കൊടുക്കുക? അതിന്റെ പേരിൽ ഒരു പള്ളിയില്ലാതെ വിഷമിക്കുന്ന നൂറുകണക്കിന് ഗ്രാമങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തുണ്ടാകുമ്പോ കാസർഗോഡ് ജില്ലയുടെ ഹൃദയഭാഗത്ത് ചെരുമ്പയിലെ പള്ളി മനോഹരമാ. അത് അസൂയാർഹമായ കണ്ണുകൊണ്ടേ കാണാൻ പറ്റൂ. കൗതുകമുള്ള നയനാനന്ദകരമായ കണ്ണഞ്ചിപ്പിക്കുന്ന മനോഹരമായ പള്ളിയുണ്ടല്ലോ. അങ്ങ് വിദേശ രാജ്യത്തെ പള്ളികളെ വെല്ലുന്ന രീതിയിലുള്ള മനോഹരമായ ഇന്ത്യയിലുള്ള പള്ളി, മനോഹരമായ മുറ്റമുള്ള പള്ളി, റോഡ് സൈഡില് കാണാൻ നല്ല കൗതുകമുള്ള പള്ളി. ആ പള്ളി നിങ്ങൾക്ക് അല്ലാഹു സമ്മാനിച്ചെങ്കിൽ, ഓ ചെരുമ്പയിലെ മഹല്ല് നിവാസികളെ, ഇതിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, അല്ലാഹുവിന്റെ മുന്നിൽ നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലണം. എന്തുകൊണ്ടെന്നറിയോ? മനസ്സ് പതറിപ്പോകാൻ സാധ്യതയുണ്ട്.
എല്ലാ സർവസീമകളും അതിൽ കെട്ടുകളെ ഹൃദയഭിത്തികളെ തെറ്റിച്ചുകൊണ്ട് അതിനെ ഒക്കെ തകർത്തുകൊണ്ട് സന്തോഷത്തിന്റെ പാരമ്പര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലി മടങ്ങേണ്ട ഏറ്റവും വലിയൊരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്. മക്കളില്ലാതിരുന്ന് മക്കളെ കിട്ടുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇസ്തിഗ്ഫാർ മടങ്ങരുത്. ദാരിദ്ര്യത്തിന്റെ കൈപ്പനീര് കുടിച്ചിട്ട് അവസാന സമ്പൽ സമൃദ്ധിയിലേക്ക് നമ്മൾ എത്തപ്പെടുമ്പോൾ ഇസ്തിഗ്ഫാർ മടക്കരുത്. തലചായ്ക്കാൻ ഒരിടമില്ലാതെ വിഷമിക്കുമ്പോൾ അള്ളാഹു നിങ്ങൾക്ക് മനോഹരമായൊരു വീട് തരുമ്പോൾ, മനോഹരമായ ഒരു സൗധം തരുമ്പോൾ അതിന്റെ പേരിൽ നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിച്ച് അറുമാദിച്ച് തകർത്തു തിമിർത്ത് നിങ്ങൾ നടക്കുമ്പോൾ എന്റെ ചെറുപ്പക്കാരാ, ഇസ്തിഗ്ഫാർ ചൊല്ലലാണ് വേണ്ടത് പെങ്ങളെ. കല്യാണം എന്ന സുന്ദരമായ ജീവിതത്തിന്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കാലെടുത്തു വെക്കാൻ ശ്രമിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മധുര 17കാരികളെ, മോശമായ നിലയിൽ നിങ്ങൾ ജീവിക്കാതെ ഒരു മാനനെ നിങ്ങൾക്ക് നിങ്ങളുടെ വാപ്പ കണ്ടെത്തി തരുമ്പോൾ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ കണ്ടെത്തി തരുമ്പോൾ, നിങ്ങളുടെ അമ്മാവന്മാരും പ്രിയപ്പെട്ടവരെ കണ്ടെത്തി തരുമ്പോൾ ആ ഒരു മാനനെ സ്വീകരിക്കാൻ നല്ല മനസ്സോടെ മുന്നിട്ടിറങ്ങുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, ആ സമയത്ത് സന്തോഷത്തിന്റെ ആധിക്യത്തില് ഇസ്ലാമിക വിരുദ്ധമായ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്ത് കല്യാണം നിങ്ങൾ കൊളമാക്കരുത്. നിങ്ങളുടെ പൊന്നുമോളുടെ കല്യാണം നിങ്ങൾ കൊളമാക്കരുത്. JCBയിലും ബുൾഡോസറിലും അറബാനയിലും അതുപോലെ തന്നെ കറിച്ചട്ടിയിലെ ആഹാരം കൊടുക്കലടക്കമുള്ള ഇസ്ലാമിൽ നിരക്കാത്ത, ഇസ്ലാമിന്റെ സംസ്കാരങ്ങൾക്ക് നിരക്കാത്ത, ശരീഅത്തിന്റെ ആദർശങ്ങളെ കൊഞ്ഞനം കുത്തുന്ന എല്ലാ സങ്കല്പങ്ങളെയും വിട പറഞ്ഞിട്ട് കല്യാണത്തിന്റെ ദിവസത്തിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്തെന്നറിയോ? പടച്ച റബ്ബേ, എനിക്ക് നീ ഒരു മാനനെ തന്നല്ലോ. അല്ലാഹുവേ, എന്റെ പൊന്നുമോക്ക് നീ ഒരു ഭർത്താവിനെ കൊടുക്കുന്നല്ലോ. ഇസ്തിഗ്ഫാർ ചൊല്ലി അല്ലാഹുവിലേക്ക് അങ്ങ് മടങ്ങലാണ് സന്തോഷത്തിന്റെ നിമിഷങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു കാര്യം ഞാൻ ചോദിക്കുകയാ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാര് അടിവരയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാ. എത്രയോ തവണ നിങ്ങൾ അള്ളാഹുവിനോട് കൈനീട്ടിക്കിട്ടാ നിങ്ങൾക്കൊരു മാരനെ കിട്ടിയത്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട മകൾക്കൊരു വരനെ കിട്ടിയത്. നിങ്ങൾ ചൊല്ലാത്ത ദിക്റുകളില്ല, ചൊല്ലാത്ത ദിക്റുകളില്ല, തസ്ബീഹുകളില്ല, നേരാത്ത നേർച്ചകളില്ല, മുട്ടാത്ത വാതിലുകളില്ല. എല്ലാം പടച്ചവൻ അർപ്പിച്ചുകൊണ്ട് കരങ്ങൾ നീട്ടിക്കിട്ട് ജീവിതത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് നിങ്ങൾ കാലെടുത്തു വെച്ചല്ലോ. ദീനീ ബോധമുള്ള, മതബോധമുള്ള 99% പെണ്ണുങ്ങളും പർദ്ദയിടുന്ന കാസർഗോഡ് ജില്ലയിൽ നിന്നുകൊണ്ട് ഞാൻ ചോദിക്കുകയാ, കല്യാണത്തിന്റെ അന്ന് ളുഹർ നിസ്കരിക്കുന്ന ഏത് പെൺകുട്ടിയാ ഉള്ളത്? കല്യാണത്തിന്റെ അന്ന് ളുഹർ നിസ്കരിക്കുന്ന ഏത് മണവാട്ടിയാ ഉള്ളത്? ഇനി ബോധമുള്ള പെങ്ങളെ എവിടെ എത്തിപ്പോയി? എവിടെയാ നിങ്ങൾ എത്തപ്പെട്ടത്? സന്തോഷം വരുമ്പോ അള്ളാഹുവിലേക്ക് കൂടുതലും മടങ്ങുകയല്ലേ വേണ്ടത്, അല്ലാതെ ദുഃഖം വരുമ്പോ മാത്രം അള്ളാനെ വിളിക്കുന്ന ഫറോവൻ സമ്പ്രദായമാണ്. ദുഃഖം വരുമ്പോ റബ്ബിനെ വിളിക്കുന്നത് ഫറോവൻ സമ്പ്രദായമാണ്. ചെങ്കടലിൽ മുങ്ങിത്താഴുന്ന സമയത്ത് ഫിർഔൻ വിളിച്ചു ആമന്നാ ബി റബ്ബി മൂസ. സന്തോഷം വരുമ്പോൾ അള്ളാഹുവിനെ മറക്കരുത്. ഇസ്തിഗ്ഫാർ ചെയ്ത് അള്ളാഹുവിലേക്ക് നമ്മൾ മടങ്ങണം. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ട ഒരു സമയം സന്തോഷം വരുമ്പോഴാണ്. ഇനി ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാൻ, ആറ്റം ബോംബിനേക്കാൾ വീര്യമുള്ള, അത്യന്താധുനിക സൗകര്യങ്ങളുള്ള ഈ രാജ്യത്ത് സൗകര്യങ്ങളുടെ ഏറ്റവും വലിയ അതിപ്രസരത്തിൽ നിന്നുകൊണ്ട് അണുബോംബിനേക്കാൾ, ആറ്റം ബോംബിനേക്കാൾ വീര്യമുള്ള ഒരു കാര്യമുണ്ടെന്നറിയോ? നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ റബ്ബിന്റെ മുമ്പിൽ വിവരിക്കാൻ കിട്ടുന്ന ഏറ്റവും നല്ലൊരു സമയം അതെപ്പോഴാണ്? നമ്മുടെ വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ അതാ പറഞ്ഞത്, ചെറിയൊരു വിഷയമാണ് ഇസ്തിഗ്ഫാർ, പക്ഷേ വലിയ കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. മറന്നു പോകരുത്. ഒന്ന്, ഇസ്തിഗ്ഫാർ പാപക്കറക മാത്രം കഴുകാൻ മാത്രമുള്ളതല്ല, അതിന് ഞാൻ തെളിവുകൾ നിരത്തി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഭവം അടക്കം. രണ്ടാമത് പറഞ്ഞത്, ഏറ്റവും കൂടുതൽ ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ടത് സന്തോഷം വരുന്ന സമയത്താണ്. അത് വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നസ്ർ നമ്മുടെ മുന്നിൽ വ്യക്തമാക്കി തന്ന കാര്യമാണ്. ഇനി ഞാൻ പറയാൻ മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു സമയമുണ്ട്. അതെപ്പോഴാണ്? ഏറ്റവും നല്ല സമയം, ഇസ്തിഗ്ഫാർ ചൊല്ലാൻ പറ്റിയ നല്ലൊരു സമയം. യാക്കൂബ് നബി അലൈഹിസ്സലാം ആരായിരുന്നു? യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട പിതാവ്. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പേര് അബ്ദുള്ള എന്നാണ്.
അബ്ദുള്ള എന്നർത്ഥം വരുന്ന ഇസ്രയേൽ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ബനു ഇസ്രയേൽ എന്നുണ്ടായത്. യാക്കൂബ് നബിയുടെ പരമ്പരയ്ക്കാണ് ബനു ഇസ്രയേലികൾ എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ പറയില്ല ഇസ്രയേൽ, അത് ആരുടെ പേരാ? യാക്കൂബ് നബിയുടെ പേരാ. അതിനർത്ഥം ഹിബ്രു ഭാഷയാണ് ഇസ്രയേൽ, അതിന്റെ അറബി അബ്ദുള്ള എന്നാണ്. അബ്ദുള്ള എന്ന് പറഞ്ഞ ആ യാക്കൂബ് നബി അലൈഹിസ്സലാം, യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട മകൻ യൂസുഫ് നബി അലൈഹിസ്സലാം, നമുക്കറിയാലോ ചെറിയ പ്രായത്തില് അസൂയ കൊണ്ട് മറ്റ് സഹോദരങ്ങളൊക്കെ കൊണ്ടുവന്ന് പൊട്ടക്കിണറ്റിലെറിഞ്ഞു. കഥ എല്ലാവർക്കും അറിയാം. തൊട്ടിക്കല്ലാതെ വിഷയം പറഞ്ഞ യൂസുഫ് നബിയുടെ കഥയാ. നമ്രൂദിന്റെ കേൾക്കാൻ പറ്റിയ സമയമാണ്. ദുൽഖഅദ ദുൽഹിജ്ജിൽ കേൾക്കേണ്ട ചരിത്രമാണ് നമ്രൂദിന്റേത്. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ചെറിയ പ്രായത്തിൽ കൊണ്ടുവന്ന് പൊട്ടക്കിണറ്റിലിട്ടു. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട സഹോദരൻ ബിന്യാമീനെ യൂസുഫ് നബി തന്ത്രത്തിലൂടെ തന്റെ അടുക്കൽ നിർത്തി. ചരിത്രം എല്ലാവർക്കും അറിയാം. അപ്പോഴും ബാക്കി 10 സഹോദരങ്ങൾ കരുതുന്നത് വാപ്പ ഈ കള്ളക്കളി ഒന്നും അറിയില്ല എന്നാണ്. അവസാനം മക്കൾക്ക് സമ്മതിക്കേണ്ടി വന്നു. വാപ്പ, ഞങ്ങൾ യൂസുഫിനെ കൊണ്ടുവന്ന് പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞു. യൂസുഫ് എന്ന പൊന്നുമോന്റെ കുപ്പായം അഴിച്ചെടുത്തു. ആടിനെ അറുത്തിട്ട് അതിന്റെ ചോര, അതിന്റെ രക്തം ആ കുപ്പായത്തിൽ പുരട്ടി ചെന്നായ പിടിച്ചു എന്ന് തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച ഒരു നാടകമായിരുന്നു അത് എന്ന് സഹോദരങ്ങൾക്ക് വാപ്പയുടെ മുന്നിൽ സമ്മതിക്കേണ്ടി വന്നു. എന്നിട്ട് ആ മക്കള് ചെയ്തെന്താണെന്നറിയോ? കേട്ടോളി, ഉറങ്ങണ്ട. കാരണം ഇന്ന് നാളെയും കൂടെ ഉറക്കം ഒഴിഞ്ഞാൽ അൽഹംദുലില്ലാ നന്നായിട്ട് നിങ്ങൾക്ക് പിന്നെ ഉറങ്ങാൻ പറ്റും. കേട്ടോളി, വാപ്പയുടെ മുന്നിൽ വന്നിട്ട് മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ വന്നിട്ട് മക്കള് പറയുകയാണ്, വാപ്പാ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. വാപ്പാ, ഞങ്ങൾ റേഷൻ വാങ്ങാൻ പോയ നാട്ടിന്റെ പ്രമാണി ആരെന്നറിയോ? അവിടത്തെ രാജാവാരെന്നറിയോ? നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ അങ്ങയുടെ പൊന്നുമോന് യൂസുഫാണ്. വാപ്പാ, നമ്മുടെ കുഞ്ഞനുജൻ ബിന്യാമീൻ യൂസുഫ് എന്ന് ഞങ്ങളുടെ മറ്റൊരനുജന്റെ അടുത്ത് തന്നെ കൊണ്ട് വിഷമിക്കണ്ട. ഇതാ വാപ്പയുടെ തലയിലേക്ക് യൂസുഫ് നബി അലൈഹിസ്സലാം കൊടുത്തുവിട്ട ആ കുപ്പായം കൊണ്ടുവന്ന് തലയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ മകൻ നഷ്ടപ്പെട്ട വേദനയിലെ കരഞ്ഞ് കണ്ണിലെ കൃഷ്ണമണി വെളുത്തുപോയ യാക്കൂബ് നബിയുടെ കാഴ്ച തിരിച്ചു കിട്ടുകയാ. പ്രിയപ്പെട്ടവരെ, യാക്കൂബ് നബി അലൈഹിസ്സലാമിനോട് മക്കൾ പറയുകയാണ്, യാ പെണ്ണു വാപ്പാ, ഞങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കണേ റബ്ബിനോട്, ഞങ്ങൾക്ക് വേണ്ടി പടച്ചവനോട് പൊറുക്കലിനെ തേടണേ വാപ്പാ. ആ സമയത്ത് വാപ്പാന്റെ മറുപടി എന്തെന്നറിയോ? ഖാല സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. യാക്കൂബ് നബി തന്റെ പൊന്നുമക്കളോട് പറയുകയാണ്, സൂറത്ത് യൂസുഫിൽ ഈ ആയത്ത് കാണാ, എന്റെ പൊന്നുമക്കളെ, സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പിന്നീട് റബ്ബിനോട് പൊറുക്കലിനെ തേടിക്കൊള്ളാം. എന്റെ റബ്ബിനോട് ഞാൻ പിന്നാലെ തേടിക്കൊള്ളാം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുആ അരക്കുന്നത് പിന്നീടാണ്. നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത് ഞാൻ പിന്നീടാണ്. എന്റെ പൊന്നുമക്കളെ, ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, എന്റെ പടച്ചവൻ നിങ്ങൾക്ക് പുറത്തു തരുമതിന് സംശയമില്ല. നിങ്ങൾക്ക് വേണ്ടി എന്റെ നാഥനോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്ന പിന്നീടാണ്. ഈ അസ്തഗ്ഫിറു ലക്കും എന്ന് പറഞ്ഞ പിന്നീട് എപ്പോഴെന്നറിയോ? പിന്നീട് ഞാൻ പൊറുക്കലിനെ ചോദിച്ചോളാമെന്ന സൗഫ, പിന്നീട് എന്ന അർത്ഥത്തെ സൂചിപ്പിക്കുക. ആ പിന്നീട് എപ്പോഴാണെന്നറിയോ? മഹാന്മാരായ മുഫസ്സിറുകൾ പറയുകയാണ്, അന്നഹു അഖറൽ ഇസ്തിഗ്ഫാർ ഇലാ വഖ്തി സഹരി. യാക്കൂബ് നബി അലൈഹിസ്സലാം ആ സമയത്തിൽ ഏത് സമയത്താണ് പടച്ചവൻ കൂടുതൽ ഇസ്തിഗ്ഫാർ സ്വീകരിക്കുന്നതെന്ന് നോക്കിയിട്ട് ആ സമയം തെരഞ്ഞെടുത്തു തന്റെ പൊന്നുമക്കൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കാൻ. ആ സമയം ഏതെന്നറിയോ? അത് സഹറിന്റെ സമയമാണ്. ആ സഹറിന്റെ സമയം ഏതാണെന്നറിയോ? പരിശുദ്ധമായ റമളാൻ മാസം കടന്നു പോയല്ലോ. ആ റമളാൻ മാസത്തിന്റെ മനോഹരമായ പാതിരാത്രി ഇബാദത്ത് കൊണ്ട് ഹയാത്താക്കിയിട്ട് അത്താഴം കഴിക്കുന്നത് എപ്പോഴാണ് പ്രിയപ്പെട്ട പെങ്ങളെ? സുബഹി നമസ്കാരത്തിന് തൊട്ട് മുമ്പല്ലേ നമ്മൾ അത്താഴം കഴിക്കുന്നത്? അതാണ് സഹറിന്റെ സമയം. രാത്രിയുടെ 3-ാം യാമത്തിലാണ് നമ്മൾ അത്താഴം കഴിക്കുന്നത്. ആ അത്താഴത്തിന്റെ സമയമാണ് വഖ്ത് സഹർ എന്ന് പറയുന്നത്.
പറയുന്നത്. അഥവാ രാത്രി കിടന്നുറങ്ങിയിട്ട് രാത്രിയുടെ 3-ാം യാമത്തിൽ എഴുന്നേക്കുമോ പ്രിയപ്പെട്ടവരെ? എന്നിട്ട് പടച്ചവന്റെ മുന്നിൽ ചെയ്തു പോയ പാപങ്ങൾ ഏറ്റു പറയാൻ തയ്യാറുണ്ടോ? അള്ളാഹു നമ്മുടെ പാപങ്ങളെല്ലാം കഴുകിക്കളയും. അതുകൊണ്ടാണ് ഇസ്തിഗ്ഫാർ തന്റെ പൊന്നുമക്കൾക്ക് വേണ്ടി സഹറിന്റെ സമയത്തേക്ക് യാക്കൂബ് നബി മാറ്റിവെച്ചത്. അല്ലാഹ് പറഞ്ഞല്ലോ സൂറത്തുൽ ആലി ഇംറാനിലൂടെ, അസ്സാബിരീന വസ്സാദിഖീന വൽ ഖാനിതീന വൽ മുൻഫിഖീന വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. എന്റെ ചെരുമ്പയിലെ ചെറുപ്പക്കാരാ, കൂമ്പാരമായി പാപങ്ങൾ ചെയ്തു പോയി എന്നതിന്റെ പേരിൽ സങ്കടപ്പെടേണ്ട മോനെ. കടലിന്റെ നുരയേക്കാൾ പാപം ചെയ്താലും അതിനേക്കാൾ ഔസആയ മഗ്ഫിറത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹ്, അതിനേക്കാൾ പാപമോചനത്തിന്റെ വിശാലതയുള്ള അല്ലാഹ് നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തരാൻ സംശയമില്ല. ഏത് പാപം ചെയ്താലും അല്ലാഹുവിന്റെ മുന്നിൽ കരങ്ങളൊന്ന് നീട്ടി ഇസ്തിഗ്ഫാർ ചൊല്ലിയാ മതി. അത് എപ്പോഴാണെന്നറിയോ ചെയ്യേണ്ടത്? അത് നമുക്ക് വേണമെങ്കിൽ പകല് ചെയ്യാൻ പ്രശ്നമല്ല. പക്ഷെ അല്ലാഹു അവന്റെ ഇഷ്ടദാസന്മാരുടെ വിശേഷണങ്ങൾ പറഞ്ഞപ്പോ അല്ലാഹ് പറഞ്ഞ ഒരു വാക്കുണ്ട്, അസ്സാബിരീന വസ്സാദിഖീന വൽ ഖാനിതീന വൽ മുൻഫിഖീന വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. 3-ാം യാമത്തിൽ അല്ലാഹുവിന്റെ മുന്നിൽ ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന വിശ്വാസികളെന്ന അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലാൻ പറ്റിയ സമയം രാത്രിയുടെ 3-ാം യാമത്തിലാ. സുബഹിക്ക് മുമ്പുള്ള സഹറിന്റെ സമയത്ത് അല്ലാഹുവിന്റെ മുന്നിലേക്ക് കരങ്ങൾ നീട്ടിയിട്ട് പ്രിയപ്പെട്ടവരെ ചോദിക്കണം. എന്തുകൊണ്ടെന്നറിയോ? ആദരവായ പ്രവാചകൻ പറയുകയാണ്, യൻസിലു റബ്ബുനാ കുല്ല ലൈലത്തിൻ മിനസ് സമാഇ ദുനിയാ. അല്ലാഹു എല്ലാ ദിവസവും രാത്രി 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരുമെന്ന. അല്ലാഹ് ഇറങ്ങി വരാ കാലുകളില്ല, പടച്ചവൻ ഇറങ്ങി വരാൻ കാലുകളില്ല. അവന്റെ സാമീപ്യവും സാന്നിധ്യവും ഉണ്ടാകുമെന്നാണ് അതിനർത്ഥമെന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പഠിപ്പിച്ചല്ലോ. 1-ാം ആകാശത്തിലേക്ക് അല്ലാഹുവിന്റെ സാമീപ്യം ഉണ്ടാകും. എന്നിട്ട് അല്ലാഹു പറയുന്നത് എപ്പോഴെന്നറിയോ? രാത്രിയുടെ 3-ാം യാമം എത്തുന്ന സമയത്ത്, രാത്രിയുടെ 3-ാം യാമം എത്തുമ്പോൾ ആ സമയത്ത് അഥവാ പുലർച്ചയുടെ സമയത്ത്, സഹറിന്റെ സമയത്ത് അവൻ ചോദിക്കുകയാണ്, എന്നോട് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത് ആരാണ്? അവന് ഞാൻ പുറത്തു കൊടുത്തോളാം, അവന് ഞാൻ പുറത്തു കൊടുത്തോളാം. അതുകൊണ്ട് ഏറ്റവും നല്ല സമയപ്പെടുന്നറിയോ? ജീവിതത്തിൽ പാപങ്ങൾ ചെയ്തു പോയ, മരവിച്ചു പോയ മനുഷ്യൻ. ഇന്ന് പാപം ചെയ്യാത്താരുള്ളത്? പാപം ചെയ്യാത്താരുള്ളത്? പാപികളാണ് നമ്മളെല്ലാവരും. ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ നമ്മൾ പാപികളാണ്. അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരട്ടെ. നിങ്ങളെന്താ അലസന്മാരാകും? മടുത്തോ? ഇല്ലല്ലോ, കേട്ടോളി. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ നമ്മൾ ചെയ്ത പാപത്തിന്റെ കറകൾ മുഴുവനും കഴുകിക്കളയാൻ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട സമയം എപ്പോഴാണ്? ലൊഹറിന് വന്നിരുന്ന് കരയലല്ല, പൊറുക്കുമല്ല. അവൻ വിശാല ഹൃദയനാണ്, അവൻ വിശാല റഹ്മത്തിന്റെ ഉടമസ്ഥനാണ്. പക്ഷേ ഏറ്റവും നല്ല സമയം രാത്രി കിടന്നുറങ്ങിയിട്ട് വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ എന്ന് മറ്റൊരു അധ്യായത്തിൽ കാണാം. സഹറിന്റെ സമയത്ത് ഇസ്തിഗ്ഫാർ ചൊല്ലി അല്ലാഹുവിലേക്ക് മടങ്ങണം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പുലർച്ചെ എന്നല്ല ഇവിടെ പറയുന്നത്, ഈ അത്താഴം കഴിക്കുന്ന സമയം 3-5 മണിക്ക് അല്ലേ, 4 ആ സമയം. റമദാൻ മാസത്തിൽ റമദാന്റെ എല്ലാ ആരവവും എല്ലാം കഴിഞ്ഞു. റമദാന്റെ അവസാനത്തെ 10 ജനക്കൂട്ടം കണ്ടിട്ട് ഒരു പള്ളിയിൽ വയലിന് പോകുമ്പോ ഒരാൾ പറഞ്ഞതാ, ഇവിടെ ഒരു തീരുമാനം എടുത്തു. കമ്മിറ്റി കൂടിയിട്ട് പറഞ്ഞു, ഒരാൾ പറഞ്ഞു, നമുക്ക് പള്ളി ഒന്നുകിൽ വലുതാക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും സൗകര്യം നമ്മൾ കണ്ടേ മതിയാവും. കാരണം ആളുകളുടെ ആധിക്യം പള്ളിയിൽ. അപ്പൊ അതിൽ ഒരു കമ്മിറ്റിയിൽ ഒരുത്തുണ്ടായിരുന്നു. ഒരാൾ അങ്ങനെ കാണുമല്ലോ ഏത് കമ്മിറ്റിയിലും, അലൈസമിങ്ങും റജുലുൻ റഷീദ് എന്ന് പറയും പോലെ ഒരാൾ ദീർഘവീക്ഷണമുള്ള ആളാണ്. അയാൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, പള്ളി വലുതാക്കാനൊക്കെ വരട്ടെ, റമദാൻ കഴിഞ്ഞ് നമുക്ക് 2 ആഴ്ച കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി ഒരു കമ്മിറ്റിയെ കൂടിയിട്ട് തീരുമാനിക്കാന്ന് പറഞ്ഞു. റമദാൻ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ 15 സഫ് സുബഹിക്കുണ്ടായിരുന്ന പള്ളിയിൽ 1 സഫായി. ജുമഅയ്ക്ക് പള്ളി, അകമ്പള്ളി, പുറംപള്ളി, മുകളിലത്തെ പള്ളി, വലത്തെ പള്ളി, ഇടത്തെ പള്ളി, മുറ്റത്ത് പായ വിരിച്ചു നിസ്കരിച്ചു. ഇപ്പൊ ജുമഅയ്ക്ക് 40 പേരെ എണ്ണിയെടുക്കാൻ ഖത്തീബ് പാടുപെടുക. അപ്പൊ ഒരാളെ
ആ ഒരു തന്ത്രപരമായ അദ്ദേഹത്തിന്റെ ക്രിയാത്മകമായ ഇടപെടലാണ്. ഇല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ പിരിച്ച് പള്ളി വെക്കേണ്ടി വന്നനെ. റമളാൻ കഴിഞ്ഞപ്പോ എല്ലാവരും മടുത്തു. അവർക്കാർക്കും അത്ര വലിയ കാര്യമായി ഇബാദത്തുകളെ കാണാൻ കഴിയില്ല. ജീവിതത്തിൽ പോയി എല്ലാം തലതിരിഞ്ഞു പോയി. ചെറുപ്പക്കാരൊക്കെയും പോയി. എന്തോ ഒരു ആനന്ദമായിരുന്നു, എന്തോ ഒരു ഉത്സാഹമായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക്. ഇന്നൊന്നും മിണ്ടാൻ പറ്റില്ല. എല്ലാം ബിസിനസ്സുകാരാ. എന്ത് ബിസിനസ്സാ? തടി ബിസിനസ് അല്ല, കഞ്ചാവിന്റെ ബിസിനസ്. റമളാൻ മാസത്തിന്റെ 3-ാമത്തെ 10-ല് രാത്രി പള്ളിയിൽ ഏറ്റിക്കാഫിരിക്കുന്ന ചെറുപ്പക്കാർക്ക്, ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ പള്ളിയിൽ തീരുമാനമെടുത്തപ്പോ ഒരു പള്ളിയിൽ അവിടത്തെ ആളുകൾ കൂടിയിട്ട് പറഞ്ഞു, ഇല്ല, ഈ പള്ളിയിൽ അവസാനത്തെ 10-ല് രാത്രി ഭക്ഷണം ഉണ്ടാക്കരുത്. എന്താ കാര്യം എന്ന് ചോദിച്ചു. വിശ്വാസികൾ വന്നുകൂടി തറാവീഹ് കഴിഞ്ഞ് ഇഅ്തികാഫിന്റെ നിയത്തിലിരുന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്ന നല്ല ചിട്ടയുള്ള പള്ളികളിൽ അവര് പറഞ്ഞു, ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുമ്പോ ചെറുപ്പക്കാര് കൂടുതൽ വരുന്നു. ആ ചെറുപ്പക്കാര് കൂടുതൽ വരുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് പള്ളിയിൽ ഇഅ്തികാഫിന് പോകുന്നു എന്ന് പറഞ്ഞിട്ടാ. ഹൃദയസ്പൃക്കോടുകൂടി, ഹൃദയം ഒരുപക്ഷെ ഒരു ഭാഗത്ത് വേദനിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു, ആ ആളുകൾ പറഞ്ഞത് റമളാന്റെ അവസാനത്തെ 10-ലെ ഇഅ്തികാഫിരിക്കുന്ന ആ വേളയിലാണ് കഞ്ചാവ് ബിസിനസ് നടക്കുന്നത്. ഇത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ എങ്ങനെ പറയും? ലൈവ് വെച്ചത് ഞാനല്ല, നിങ്ങളാ. ഇത് പറയാതിരിക്കാൻ പറ്റില്ല. പള്ളിയിൽ കഞ്ചാവ് കച്ചവടം എങ്ങനെ പറയും, എങ്ങനെ പറയാതിരിക്കും? ഇത് പറയണ്ടേ ആരെങ്കിലും? എനിക്കറിയാം ഇത് കാണുന്ന ആശാന്മാരൊക്കെ നാളെ കമന്റ് എഴുതും. എനിക്ക് പിന്നെ അതൊന്നും ഒരു പ്രശ്നമുള്ളതല്ല. കമന്റ് എഴുതാൻ വേണ്ടിയിട്ട് കുറെ ഇങ്ങനെ അതിനുവേണ്ടി അള്ളാഹു സൃഷ്ടിച്ച കുറെ എണ്ണുണ്ട്. അങ്ങനെയാണല്ലോ ചില ആളുകളൊക്കെ അള്ളാഹു സൃഷ്ടിക്കുന്നത് കമന്റ് എഴുതാൻ വേണ്ടി കിട്ടാൻ. അവരാണ് ഈ എന്താണ് സോഷ്യൽ മീഡിയയിലെ തമ്പുരാക്കന്മാർ. അവരാണ് കമന്റ് എഴുതുക. എന്തെങ്കിലും ഒരു നല്ല കാര്യം ആരെങ്കിലും ചെയ്താൽ, ഇപ്പൊ ഫിറോസ് കുന്നംപറമ്പിൽ കഴിഞ്ഞ എന്റെ പള്ളിയിൽ അവസാനത്തെ 10-ല് 27-ാം രാവിന്റെ അന്നു വരെ സജീവമായി ഇബാദത്തെടുത്തൊരു മനുഷ്യൻ, ബഷീർ സാഹിബൊക്കെ പള്ളിയിൽ വന്നിരുന്നു. വളരെ സജീവമായിരുന്ന ചെറുപ്പക്കാരൻ. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. ആർക്കും ഒരു നല്ല അഭിപ്രായമല്ലാതെ ഒന്നുമില്ല. ആ പ്രിയപ്പെട്ട സഹോദരൻ 7 വയസ്സും 5 വയസ്സുള്ള 2 മക്കളാണ്. ആ സഹോദരൻ 27-ാം രാവ് വരെ എന്റെ പള്ളിയിൽ രാത്രി കാലങ്ങളിൽ ഇബാദത്തെടുക്കാനുണ്ടായിരുന്നു, ഭക്ഷണം വിളമ്പാനുണ്ടായിരുന്നു. അദ്ദേഹം നല്ല നിലയിൽ സേവനങ്ങൾ ചെയ്തു. അദ്ദേഹത്തിന്റെ ഒരു ഹോബി എന്ന് പറയുന്നത് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ട് കൊടുക്കുന്ന ജോലിയാണ്. ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു താല്പര്യക്കാരൻ. 39 വയസ്സുള്ള ഷഫീഖ് എന്നു പേരുള്ള സഹോദരൻ. നിങ്ങൾ കണ്ടു കാണും ആ വീഡിയോ. ആ സഹോദരൻ 27-ാം രാവിന്റെ അന്നുള്ള ആ ദുആ കഴിഞ്ഞിട്ട് ആ പ്രിയപ്പെട്ട സഹോദരൻ ബൈക്കും എടുത്തിട്ട് ജോലിക്ക് പോകുന്നു. രാവിലെ തിരികെ വരുമ്പോൾ വേളി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഒരു ഓട്ടോറിക്ഷയുമായി കൂട്ടിയിടിക്കുന്നു. ആ സഹോദരൻ അപകടത്തിൽപ്പെട്ട് കോമോ സ്റ്റേജിലാകുന്നു. ആ സഹോദരനെ പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. അയാളെ വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നു. ആ പ്രിയപ്പെട്ട 39 വയസ്സുള്ള സഹോദരൻ ഷഫീഖ് എന്ന സഹോദരൻ, അദ്ദേഹം കഴിഞ്ഞ ഏതാനും മണിക്കൂർ മുമ്പ് വരെയും പള്ളിക്കകത്ത് ഇബാദത്തിലായി ലയിച്ചു ചേർന്ന സഹോദരൻ, പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്ത സഹോദരൻ, സേവനം ചെയ്യാൻ മിടുക്കനായ സഹോദരൻ, 39 വയസ്സുള്ള ഷഫീഖ് കോമോ സ്റ്റേജിലേക്ക് പോയി. ഒരുപാട് സർജറികൾ ചെയ്തിട്ടും അദ്ദേഹത്തിന് പ്രോഗ്രസ് വരുന്നില്ല. അവസാനം തിരുവനന്തപുരത്തെ തന്നെ, ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഹോസ്പിറ്റലിൽ, സ്വകാര്യ ഹോസ്പിറ്റലിൽ അദ്ദേഹം അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പറഞ്ഞത് 80 ലക്ഷം രൂപ. 80 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇയാളെ സർജറി ചെയ്ത് നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. തിരുവനന്തപുരത്തുള്ള എല്ലാ ആളുകളും കൂടി ഞാൻ എന്റെ കഴിഞ്ഞ വെള്ളിയാഴ്ച എന്റെ റൂമിൽ ഞാൻ ജുമയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പ്, ജുമയ്ക്ക് ഇറങ്ങാൻ വേണ്ടി ഇങ്ങോട്ട് പോകുമ്പോ ഒരു കുറിയിട്ട സഹോദരൻ, ചന്ദനക്കുറിയിട്ട ഒരു ഹൈന്ദവ സഹോദരൻ, അയാൾ 10,000 രൂപയുടെ ഒരു ചെക്കും കൊണ്ട് എന്റെ റൂമിൽ വന്നിട്ട് എന്റെ പ്രസിഡന്റിന്റെ കയ്യിൽ ഇങ്ങനെ കൈമാറുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ ആളുകളെല്ലാം കൂടെ ഒക്കെ എടുത്ത് നോക്കിയപ്പോ 10 ലക്ഷം രൂപ കിട്ടി. ഇനിയും വേണം 70 ലക്ഷം രൂപ. എന്ത് ചെയ്യാനാണ്? ഫിറോസ് കുന്നംപറമ്പിലിനെ വിളിച്ചു. അദ്ദേഹം വന്നു.
ഒരു ചരിത്രത്തിന്റെ ഒരു നവ അധ്യായം എന്ന നിലയിൽ മുൻ വഖഫ് ബോർഡ് ചെയർമാനും തിരുവനന്തപുരത്തെ പ്രമുഖമായ ഒരു പള്ളിയിലെ ഇമാമുമായ ഗഫാർ മൗലവി, അബ്ദുൽ ഗഫാർ മൗലവി, ഇന്നലെ മിനിങ്ങാണ്ട് ഇവിടെ പ്രസംഗിച്ച പ്രിയപ്പെട്ട ഉസ്താദ് EP അബൂബക്കർ ഖാസിമി, ഈ വിനീതൻ, അതുപോലെ തന്നെ കേരളത്തിലെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തെ ആ തലസ്ഥാന നഗരിയിലെ പ്രധാനപ്പെട്ട 7 മഹല്ലുകളിലെ ഇമാമിങ്ങൾ, അവരെല്ലാവരും കൂടി ചേർന്ന് നിന്നിട്ട് ഫിറോസ് കുന്നംപറമ്പിൽ ആ വിഷയം അവതരിപ്പിച്ചു. 7 പള്ളിയിലെ പ്രസിഡന്റുമാര്, സെക്രട്ടറിമാര്, നാട്ടുകാര്, ഉണ്ണികൃഷ്ണൻ എന്ന പേരുള്ള അവിടുത്തെ കൗൺസിലർ, അതുപോലെ തന്നെ ഇമാമിങ്ങള്, ചരിത്രത്തിൽ അങ്ങനെ ഒരു സമ്പാദ്യമായിട്ടാണ് ഫിറോസ് കുന്നംപറമ്പിൽ ആ വിഷയം അവതരിപ്പിച്ചു. അത് എല്ലാ ഉസ്താദുമാരുടെ, കബീർ ബാക്കവിയുടെ, നൗഷാദ് ബാക്കവിയുടെ ഒക്കെ പേജിൽ 20 ലക്ഷം പേരൊക്കെ 2000 എത്ര പേര് ഷെയർ ചെയ്തു പോയിരിക്കുന്നു ആ വിഷയം. പക്ഷെ മതിയായ രീതിയിൽ നമുക്ക് ആ തുക എത്തിയിട്ടില്ല. ആ നിലയിൽ ഇപ്പോഴും ബാക്കിയാണ്. നിങ്ങൾ കാണുന്നവരുണ്ടെങ്കിൽ എന്നെ സഹായിക്കണം. അത് എന്റെ പേജിൽ നോക്കിയാലും, EP ഉസ്താദിന്റെ പേജ് നോക്കിയാലും, കബീർ ഉസ്താദിന്റെ പേജ് നോക്കിയാലും, നൗഷാദ് ഉസ്താദിന്റെ പേജ് നോക്കിയാലും, ഫിറോസിന്റെ പേജ് നോക്കിയാലും ആ സംഭവം നിങ്ങൾക്ക് കാണാം. എല്ലാവരും ഷെയർ ചെയ്ത കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത്. അതിങ്ങനെ ഇന്ന് അത് വീണ്ടും ഒന്നുകൂടെ ഞാൻ എടുത്തത് പേജിലിടാൻ വേണ്ടി പറഞ്ഞു. അതിന്റെ അഡ്മിൻ പേജിലിട്ടു, ഒന്ന് ഓർമ്മപ്പെടുത്താൻ. അതിന്റെ അടിയിൽ സങ്കടം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു മുസ്ലിമാണ് എഴുതിയിരിക്കുന്നു, ഇതാ കള്ളം ഫിറോസ് അല്ലേ. അവൻ കള്ളനോ കൊള്ളക്കാരനോ എന്തോ എന്നുള്ളതല്ല വിഷയം. ഒരു നല്ല കാര്യം ചെയ്യാൻ ഒരാൾ ഒരുങ്ങുമ്പോൾ മുസ്ലിം നാമധാരിയായി, മുസ്ലിം ഐഡന്റിറ്റിയിലുള്ള, അത് ഫേക്ക് ആകാം, അല്ലാതെ ആകാം, പക്ഷേ മുസ്ലിം ഐഡന്റിറ്റിയിൽ നിന്നുകൊണ്ട് ഇസ്ലാമിന്റെ സ്വത്വബോധത്തെ കടന്നാക്രമിക്കുന്ന നാണംകെട്ട നാസ്തികവാദം തലയ്ക്ക് പിടിച്ച നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളുടെ രഥത്തിലേറി സഞ്ചരിക്കുന്ന ഇവിടുത്തെ പുതുതലമുറയുണ്ടല്ലോ, ആ പുതുതലമുറ പള്ളിയിൽ കയറാതെയായി. അവർക്ക് സമയമില്ല. അവർക്ക് ആകെയുള്ള ആഗ്രഹം, അവർക്ക് ആകെയുള്ള കാര്യം, അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ ഇസ്ലാമിന്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറ്റം പറയുക എന്നുള്ളതല്ലാതെ വേറൊന്നുമില്ല. അതിനെതിരെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് കമന്റ് എഴുതിക്കൊണ്ടിരിക്കുക, വേറെ ഒന്നും അവരുടെ ജീവിതത്തിൽ അവർക്ക് പ്രധാനമായി ഒന്നുമില്ല. ആ നിലയിലേക്ക് നമ്മുടെ കാലഘട്ടം എത്തിച്ചേരുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. അത്താഴത്തിന് എഴുന്നേൽക്കുന്ന പുലർച്ചെയുള്ള ആ സമയത്ത്, രാത്രിയുടെ 3-ാം യാമത്തിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങളുടെ പേരിൽ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ അള്ളാഹു നമുക്ക് പുറത്തു തരും. ഒരു പാപം അള്ളാഹു ബാക്കി വെക്കില്ല. അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമുക്ക് അതിനുള്ള മഹാ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാൻ, ഇത് ആത്മീയമായി നമുക്കൊരു നേട്ടമുണ്ടാവുക എന്നതിനപ്പുറത്ത്, നമ്മുടെ പാപങ്ങൾ പൊറുക്കും, അള്ളാഹു വലിയ ഇഷ്ടമാണ് എന്നതിനപ്പുറത്ത് എല്ലാരും ചോദിക്കുന്ന കാര്യമാണ്, ഇപ്പൊ എന്തെങ്കിലും കിട്ടുവോ, ഭൗതികമായിട്ട് എന്തെങ്കിലും കിട്ടുവോ? എല്ലാം കൈക്കൂലിക്കാരന്മാരാണ്, എല്ലാം കൈക്കൂലിക്കാരാണ്. എല്ലാവർക്കും വേണ്ടത് ഭൗതികമാണ്. എന്തെങ്കിലും ഒരു സയൻസ്, ഒരു ഒപ്പ് വെക്കാൻ പോയാൽ ചോദിക്കും, കൈക്കൂലിയാ ചോദിക്കുന്നത് ആദ്യം. അങ്ങനെ അതിന് ഇരയാക്കപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. കൈക്കൂലി വിദഗ്ധന്മാര്, അവർക്ക് നല്ല കൈമടക്ക് കൊടുത്താൽ മാത്രമേ കാര്യങ്ങൾ ചെയ്യൂ. അങ്ങനെയുള്ള ആളുകളുണ്ട്. അവർക്ക് ശമ്പളം കൊടുക്കുന്നത് ഇതിനാണ് എന്ന യാതൊരു ചിന്തയുമില്ലാതെ കൈക്കൂലി കൊടുത്താൽ എന്തും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്റെ പ്രിയമുള്ളവരെ ലോകം എത്തപ്പെടുമ്പോൾ എല്ലാവരുടെയും മനസ്സിന്റെ ചിന്ത ഇതാണ്, ഭൗതിക ലോകത്ത് നമുക്ക് എന്താ കിട്ടുക, ഈ ലോകത്ത് എന്താ നമുക്ക് കിട്ടുക, അതാണ് എല്ലാവരുടെയും ചിന്ത. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാണ്, വളരെ അടിവരയിട്ടുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് ചിന്തിക്കുക, എന്താണ് ഭൗതികമായി പടച്ചവൻ നമുക്ക് തരുന്നതെന്നറിയോ? ഞാൻ ഈ പറയുന്ന വിഷയത്തിൽ ഏതെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ഈ സദസ്സിൽ ഉണ്ടാകാതിരിക്കില്ല, ഉറപ്പാണ്. ഒരിക്കൽ ഹസനുൽ ബസരി റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ ഒരു സദസ്സിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് പറയുകയാണ്, തങ്ങളെ കല്യാണം കഴിഞ്ഞു മക്കളില്ല, ദുആരക്കണേ. കല്യാണം കഴിഞ്ഞു വർഷങ്ങളായി സന്താന സൗഭാഗ്യമില്ല, ദുആരക്കണേ. അങ്ങനെ ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, എന്റെ പ്രിയമുള്ള സഹോദരിമാരോട് പറയാനുള്ളത്, നിങ്ങൾ ശ്രദ്ധയോടെ ഈ വിഷയമൊന്ന് കേൾക്കുമോ? കോടിക്കണക്കിന് രൂപ ചെലവാക്കിയിട്ട് ചികിത്സിച്ചിട്ടും മക്കളെ കിട്ടാതെ വിഷമിക്കുന്നവരുടെ മുമ്പിൽ അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കും
വെക്കുന്ന മക്കളെ കിട്ടാൻ സൗഭാഗ്യം അല്ലാഹു തരാനുള്ളൊരു വഴി അല്ല തുറക്കുകയാ. കൂട്ടുകുടുംബാദികളില്, വേണ്ടപ്പെട്ടവരില്, ഫ്രണ്ട്സില്, ഫാമിലിയില് ഏതെങ്കിലും ഒരാൾക്ക് സന്താനങ്ങളില്ലെങ്കിൽ എഴുതി വെച്ചോ, പറഞ്ഞു കൊടുത്തോ, മനസ്സിൽ കോറയിട്ടോ. ആ മനുഷ്യൻ എഴുന്നേറ്റ് കൊണ്ട് ഹസൻ ബസരി തങ്ങളോട് ചോദിക്കുകയാ, തങ്ങളെ എനിക്ക് കല്യാണം കഴിഞ്ഞു, മക്കളില്ല, ദുആരക്കണമെന്ന് പറഞ്ഞപ്പോൾ ഹസൻ ബസരി തങ്ങൾ അയാളോട് പറഞ്ഞത് എന്തെന്നറിയോ? നിനക്ക് മക്കള് വേണോ? നീ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ, പൊറുക്കലിനെ തേടിക്കോ, പടച്ചവനോട് പൊറുക്കലിനെ തേടാൻ ആവശ്യപ്പെട്ടോ. രണ്ടാമതൊരാള് സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുകയാ. അയാള് ചോദിച്ചു, തങ്ങളെ നാട്ടിലും മഴ പെയ്യുന്നില്ല, എത്രയോ നാളായി മഴ പെയ്യുന്നില്ല, വറ്റിവരണ്ട വയലേലകൾ വിണ്ടുകീറിയിരിക്കുകയാ, ഞങ്ങളുടെ നാട്ടിലെ മൃഗങ്ങൾ പട്ടിണി കിടന്ന് ചത്തുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല, മഴയില്ലാതെ വിഷമത്തിലാണ്, ദുആരക്കണേ തങ്ങളെ. ആ സമയത്ത് അയാളോടും ഈ മഹാനായ ഹസൻ ബസരി തങ്ങൾ പറഞ്ഞത്, ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ സഹോദരാ. മൂന്നാമതൊരാൾ എഴുന്നേൽക്കുകയാണ്. അയാൾ പറഞ്ഞു, തങ്ങളെ വല്ലാത്ത കഷ്ടമാണ്, നഷ്ടമാണ്, ദാരിദ്ര്യമാണ്, ക്ഷാമമാണ്, വീട്ടില് വല്ലാത്ത കഷ്ടപ്പാടാണ്, ദാരിദ്ര്യമാണ്, പയ്യില് പൈസയില്ല, പണിയില്ല, ആകെ സങ്കടത്തിലാണ്, വിഷമത്തിലാണ്, തങ്ങൾ ദുആരക്കണേ. ആ സമയത്ത് അയാളോടും മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഹോദരാ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ. ആ സമയത്ത് നാലാമതൊരാൾ എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് അയാൾ ഹസൻ ബസരി തങ്ങളോട് ചോദിച്ചത് പരാതിയും പരിഭവവുമല്ല, ഒരു സംശയമാണ് ചോദിച്ചത്. എന്തെന്നറിയോ? തങ്ങളെ മക്കളില്ലാത്തവനോടും പറഞ്ഞു കൊടുത്തത്, മഴയില്ലാത്തവനും പറഞ്ഞു കൊടുത്തത്, ക്ഷാമം അനുഭവപ്പെടുന്നവനും പറഞ്ഞു കൊടുത്തത് ഇസ്തിഗ്ഫാർ ആണല്ലോ. വ്യത്യസ്തമായ ചോദ്യം ചോദിച്ചവർക്ക് വിഭിന്നമായ മറുപടിയല്ലേ കൊടുക്കേണ്ടത്? എന്നാൽ എല്ലാവർക്കും ഒരേ മറുപടി കൊടുത്തത് എന്തുകൊണ്ടാ? ആ സമയത്താണ് ഹസൻ ബസരി തങ്ങളുടെ മറുപടി എന്തെന്നറിയോ? മക്കളില്ലാതെ വിഷമിക്കുന്ന പെങ്ങന്മാരെന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ സന്താനങ്ങളില്ലാത്തവരുണ്ടോ? ഇത് അള്ളാന്റെ കലാമാണ്. പുരാതന കാലത്തെ പ്രാകൃതന്റെ പുരോഗമന കാലത്തെ പരിഷ്കൃതന്റെ മനോമുഖരത്തിൽ പരിവർത്തനത്തിന്റെ പടധ്വനി മുഴക്കിയ ആഗോള സംസ്കാര സംശുദ്ധ സിദ്ധാന്തം വിളിച്ചോദിയ ലോകം ദാഹിച്ചുകൊണ്ടിരുന്ന വിമോചന സരണി ഹിറാഖുരത്തിന്റെ അന്തരീക്ഷത്തെ കീറി മുറിച്ചുകൊണ്ട് റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുത്ത ഇന്നേ വരെ വള്ളിക്കും പുള്ളിക്കും വ്യത്യാസം വരാത്ത വിശുദ്ധ ഖുർആൻ. ആ ഖുർആനാണ് പറയുന്ന ദൈവീക ഗ്രന്ഥമാണ്, വേദഗ്രന്ഥമാണ്, പടച്ചവന്റെ കലാമാ. ഇത് എക്സ് മുസ്ലിമിന് മനസ്സിലാവൂല, ഇത് നിരീശ്വരവാദികൾക്ക് മനസ്സിലാവൂല, ഇത് മറ്റുള്ള ആളുകൾക്ക് ദഹിക്കൂല. പക്ഷെ വാരിയല് കൊണ്ട് മുഴപ്പെട്ട ഹൃദയത്തിന്റെ ഉള്ളറകളിൽ ജ്വലിക്കുന്ന ഈമാനുള്ള മക്കളെ, ഈമാനുള്ള സഹോദരങ്ങളെ, പിതാക്കന്മാരെ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ചിന്തിച്ചാൽ കിട്ടുന്ന ഒരു ഉത്തരമുണ്ട്. എന്താണെന്നറിയോ? അള്ളാഹു എനിക്ക് മക്കളെ തന്നില്ലെങ്കിൽ എന്താ? എനിക്ക് സന്താനങ്ങളെ പടച്ചവനെ തന്നില്ലെങ്കിൽ എന്താ? എനിക്ക് മറുമരുന്നായി പടച്ചവൻ മുന്നോട്ട് വെച്ച എനിക്ക് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ച കാര്യമുണ്ട്. അത് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് സന്താനം കിട്ടുമെന്ന് ഉറപ്പുള്ള ഈമാനുള്ള ഇസ്തിഖാമത്തുള്ള യഖീനുള്ള ആളുകളായി മാറണേ. അള്ളാഹു അതിന് തൗഫീഖ് തരട്ടെ. മഹാനായ ഹസൻ ബസരി തങ്ങൾ പറയാണ്, സഹോദരാ, ഇത് ഞാനല്ല പറഞ്ഞത്. മക്കളില്ലാത്തവനും മഴയില്ലാത്തവനും കഷ്ടപ്പെടുന്നവനും ഇസ്തിഗ്ഫാർ ചൊല്ലണമെന്ന് പറഞ്ഞ എന്റെ നസീഹത്തല്ല, എന്റെ ഉപദേശമല്ല, എന്റെ വാക്കുകളല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ സൂറത്തു നൂഹിലെ ഒരു ആയത്ത് ഓതി കൊടുത്തിട്ട് ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാ. ഏതാണ് ആയത്തെന്നറിയോ? ആമുഖമായി ഞാൻ ബറക്കത്തിന് ഓതി വെച്ച ആയത്താണ്. അല്ലാഹ് പറഞ്ഞത് എന്താണ്? ഫഖുൽ തുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ. അല്ലാഹു പറയുന്നു, ഫഖുൽ തുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലണേ, അല്ലാഹ് നിങ്ങളുടെ പാപം പുറത്തു തരുന്നതാ. ഒന്നാമത് ഇസ്തിഗ്ഫാറിലൂടെ അല്ലാഹ് തരുന്നത് പാപങ്ങൾ പൊറുക്കലാ. അല്ലാഹുവിന്റെ മുന്നിൽ കരങ്ങൾ നീട്ടിയാൽ കൂമ്പാരമായി നീ തെറ്റുകൾ ചെയ്തെങ്കിലും നീട്ടുന്ന കൈ തെറ്റാത്ത റബ്ബാ പിന്നെയും
എന്തെല്ലാം പാപങ്ങൾ ചെയ്താലും അള്ളാന്റെ മുന്നിലെ കരങ്ങൾ നീട്ടിക്കിട്ട് ഇസ്തിഗ്ഫാർ ചൊല്ലിയ പൊന്നുമോനെ പൊന്നുമോളെ അള്ളാഹു അതങ്ങ് പുറത്തു തരും. ഒന്ന്. ഇനി രണ്ടാമത് അള്ളാഹു ഇസ്തിഗ്ഫാറിലൂടെ തരുന്നത് എന്തെന്നറിയോ? അള്ളാഹ് പറയുന്നു യുർസിലിസ് സമാ അലൈക്കും ഇദ്റാറാ. ആകാശലോകത്ത് നിന്ന് നിങ്ങൾക്ക് മഴത്തുള്ളികൾ അല്ലാഹ് ഇറക്കി തരുന്നതാ. മഴയില്ലാതെ കഷ്ടപ്പെടുമ്പോ എന്താ ചെയ്യേണ്ടതെന്നറിയോ? മഴയില്ലാത്ത സമയത്ത് എന്തിനാ നിങ്ങൾ വിഷമിക്കുന്നത്? കരളുരുകിയിട്ട് കണ്ണുനീര് ചാലിട്ടൊഴുക്കിയിട്ട് ഹൃദയത്തിൽ നിന്ന് അള്ളാനോട് പറയണം അസ്തഗ്ഫിറുല്ലാഹ്. ഇതെന്റെ വാക്കല്ല, ഹസൻ ബസ്രി തങ്ങളുടെ വാക്കല്ല, ഇത് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ. സമൃദ്ധമായി ആകാശം എന്ന ഭർത്താവിന്റെ ബീജത്തുള്ളിയാകുന്ന മഴത്തുള്ളികള് ഭൂമിയാകുന്ന ഭാര്യയുടെ ഗർഭാശയത്തിലേക്ക് പെയ്യിപ്പിക്കുന്നവനാരാ? അല്ലാഹ് പറഞ്ഞല്ലോ വഅൻസൽനാ മിനൽ മുഅ്സിറാതി മാഅൻ സജ്ജാജാ ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാതാ വജന്നാത്തിൻ അൽഫാഫാ. ആകാശലോകത്തിന്റെ മേഘക്കീറുകളിൽ നിന്ന് അല്ലാഹു സമൃദ്ധമായി മഴ പെയ്യിപ്പിച്ചിട്ട് ഈ ഭൂമിയിലെ തോട്ടങ്ങളും വൃക്ഷലതാദികളെയും മുളപ്പിക്കുമെന്നല്ല പറഞ്ഞല്ലോ. അത് തരാൻ നമ്മൾ ചെയ്യേണ്ടത് എന്തെന്നറിയോ? അല്ലാഹുവിലേക്ക് കരളുരുകിയിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യല. വീണ്ടും അല്ല പറയുന്ന തീരുന്നില്ല, വയുംദിദുകും ബിഅംവാ. നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ട വിധം ചൊല്ലിയാ നിങ്ങൾക്ക് അല്ലാഹു സമ്പത്ത് വർദ്ധിപ്പിച്ചു തരുന്നതാ. കഷ്ടപ്പാടിന്റെ വേദനയുടെ പ്രയാസത്തിന്റെ നൊമ്പരത്തിന്റെ രോദനത്തിന്റെ രാപ്പകലുകളെ തള്ളി നീക്കുന്നവരെ, ഒരു നയാ പൈസ കയ്യില്ലാതെ വിഷമിക്കുന്നവരെ, ഒരുപാട് പ്രയാസത്തോടെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ ആരാന്റെ മുന്നിൽ ചെന്ന് കൈനീട്ടേണ്ട അവസ്ഥ വരുമ്പോ കഷ്ടപ്പാട് മാറാൻ അല്ലാഹു മുന്നിലേക്ക് വെക്കുന്ന ഒരു കാര്യം അതാണ് യുംദിദുകും ബിഅംവാ. നിങ്ങൾക്ക് ധാരാളം സമ്പത്ത് അല്ലാഹു തരുന്നതാണ്. പിന്നെ പറഞ്ഞതെന്തെന്നറിയോ? വബനീൻ. നിങ്ങൾക്ക് മക്കളെയും അല്ലാഹു തരും.